തുടക്കം തന്നെ ഒരുപാട് വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നായിക ചന്ദ്ര ഒരു അമാനുഷികമായ ശക്തിയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചന്ദ്രയുടെ കൂടെ ഒപ്പമുള്ള വ്യക്തി ചന്ദ്രയെ തൻ്റെ മുത്തശ്ശൻ്റെ ഒപ്പമാക്കുന്നു. മുത്തശ്ശൻ അവിടെ ഒരു ബുക്കും പാസ്പോർട്ടും ആവശ്യമുള്ള കാര്യങ്ങളും കൈമാറുന്നു. അതിനുശേഷം ചന്ദ്ര എത്തിപ്പെടുന്നത് ബാംഗ്ലൂരിലെ പ്രമുഖ ഫ്ലാറ്റിലാണ്. അവിടെ ചന്ദ്ര ഒരു റൂം എടുക്കുന്നു. അവിടെ റൂമിൽ ബൈബിൾ തുടങ്ങിയ ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നായികയുടെ കയ്യിൽ ഒരുപാട് കത്തി, നാണയങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നായിക അവിടെ ഇരുന്ന് എല്ലാം വിചിത്രമായി സൂക്ഷിക്കുന്നു. ആ സമയത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ജനൽ തുറക്കെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നായകൻ നായികയെ കണ്ടുകൊണ്ടിരുന്നു. നായകൻ കണ്ട മാത്രയിൽ തന്നെ നായികയുടെ സൗന്ദര്യത്തിൽ ലയിക്കുന്നു. പെട്ടെന്ന് നായികയ്ക്ക് ജനൽ ക്ലോസ് ചെയ്യുന്നു. പിന്നീട് ആ റൂമിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. നായകൻ്റെ കാമുകി വരുന്നു. നായകൻ കൊടുത്ത ആ പൂച്ച നായിക തിരിച്ചു കൊടുക്കുന്നു. നായകനും കൂട്ടുകാരും തമ്മിൽ നായിക പുതുതായി ഒരു ജോലി ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ ഒരു തൊട്ടടുത്തുള്ള കുട്ടിയുടെ കാമുകനെ കണ്ടുകൊണ്ടിരുന്നു. പിന്നീട് സണ്ണിയും കൂട്ടുകാരും കറങ്ങാൻ വേണ്ടി പോകുന്നു. പിന്നീട് ഓട്ടോറിക്ഷയിൽ കുറച്ച് വ്യക്തികൾ വരുന്നു. അവർ മനുഷ്യൻ്റെ ഓർഗൻസും കാര്യങ്ങളും വിൽക്കുന്ന വ്യക്തികളാണ്. നായകൻ്റെ ഷൂവിൻ്റെ ലേസ് അയഞ്ഞു വീഴുന്നു. നായകൻ അത് കെട്ടി നടക്കുന്നു. ആ സമയം ഓട്ടോറിക്ഷയിൽ ഒരു കാല് പുറത്ത് വീഴുന്നു കാണുന്നു. നായകൻ ചേട്ടാ കാല് അതൊന്ന് അകത്തേക്ക് വെക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് ന്യൂസിൽ ഈ ഓർഗൻസ് മാഫിയയെ പറ്റിയും ഓർഗൻ തട്ടിയെടുക്കുന്ന ഗ്രൂപ്പിനെ പറ്റിയും പറയുന്നു. നായകൻ പൂച്ച പുറത്തു പോയിരുന്നു, അതിനെ അകത്താക്കാൻ വേണ്ടി പോകുന്നു. പെട്ടെന്നാണ് ഒരു വണ്ടി ഇടിക്കാൻ വേണ്ടി നായകൻ വരെ. എന്താണ് ചെയ്യേണ്ടത് അറിയാതെ നായകൻ പരിഭ്രമിച്ചു പോകുന്നു. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ അപ്പോഴാണ് ആ സാഹചര്യം പൊട്ടിമുളക്കുന്നത്. പെട്ടെന്നൊരു അമാനുഷികമായ ശക്തി ഒരു കൈ നായകനെ തട്ടി മാറ്റുന്നു. അങ്ങനെ സണ്ണി തെറിച്ച് ഒരു മരത്തിൻ്റെ കീഴിൽ വീഴുന്നു. വണ്ടി അവിടെ നിർത്തുന്നു. എന്താണ് സംഭവിച്ചത്, ആരാണ് സണ്ണി ഉന്തിയിട്ടതെന്നും അറിയുന്നില്ല. പിന്നെയാണ് സണ്ണി ആലോചിക്കുമ്പോൾ ഒരു സുന്ദരമായ വ്യക്തി, അത് ഓപ്പോസിറ്റുള്ള തൻ്റെ നെയ്ബറായിരുന്നു. സണ്ണി നോക്കി നിൽക്കെ കൂട്ടുകാരൻ്റെ അടുത്ത് പൂച്ച എത്തിയിരുന്നു. പെട്ടെന്ന് ഒരു സ്ത്രീ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അതേ ഓർഗൻ മാഫിയ ടീം ആ സ്ത്രീയെ പിന്തുടരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാത്രിയിൽ ഒറ്റയ്ക്കൊന്നും പെണ്ണുങ്ങൾ പോകാറില്ല. അങ്ങനെ പറഞ്ഞ് അവരുടെ പിന്നാലെ കൂടുന്നു. നായിക ഓടുന്നു. പെട്ടെന്നാണ് പോലീസുകാരുടെ വരവ്. പോലീസുകാർ ആ സ്ത്രീയെ കാണുന്നു. അതിൽ നമ്മുടെ SI നഞ്ചിയപ്പ വരുന്നു. നഞ്ചിയപ്പ സ്ത്രീയെ കാണുന്നതും ഓർഗൻ മാഫിയ പേടിച്ച സ്ഥലം വിടുന്നു. പൊമ്പളകൾ ഇന്ത നേരത്തെ ഇറങ്ങക്കൂടാതെ. ആ സമയത്താണ് ഒരു സുപ്പീരിയൻ ഓഫീസർ വരുന്നത്. എന്താ സാല്യൂട്ടൊന്നും ഇല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് നായികയെ സുപ്പീരിയൻ പോലീസൊക്കെ കൊണ്ടുവരുന്നു. ആ സമയത്ത് നമ്മുടെ നായിക ചന്ദ്ര വർക്ക് ചെയ്യുന്ന ജോലിയിൽ ആ വ്യക്തി ഒരു സ്ത്രീയോട് പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ആ സ്ത്രീ അവഗണിക്കുന്നു. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ ആസിഡ് നിൻ്റെ മുഖത്തൊഴിക്കുമെന്ന് പറഞ്ഞ് നായകൻ വഴക്കുണ്ടാക്കുന്നു. പെട്ടെന്നാണ് ചന്ദ്ര വന്ന് നായകനെ അടിക്കുന്നു. അവൻ്റെ കയ്യിൽ പിടിച്ചമർത്തുന്നു. ആസിഡ് കയ്യിലായ വേദന കാരണം ആ വ്യക്തി തൊള്ളയിടുന്നു. നായിക എന്തോ അമാനുഷികമായ ശക്തിയുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ചന്ദ്ര പെട്ടെന്ന് അവൻ്റെ കഴുത്ത് പിടിച്ച് കൈ ഒടിക്കുന്നു. പിന്നെ നഞ്ചിയപ്പ അതേ ഗ്യാങ്ങിലുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നഞ്ചിയപ്പയുടെ ഫ്രണ്ടാണ് മറ്റേ വ്യക്തി. അങ്ങനെ നഞ്ചിയപ്പയെ ആ ചന്ദ്രയെ കാണിക്കാൻ മറ്റവൻ കൊണ്ടുപോകുന്നു. ചന്ദ്രയും നഞ്ചിയപ്പയും കാണുന്ന ആദ്യത്തെ രംഗം. ചന്ദ്ര പെട്ടെന്ന് ഒരു പനിയും കഫക്കെട്ട് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സണ്ണിയായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ മലയാളീസാണ്, പരിചയമുള്ളവരാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഊരത്തിൻ്റെ അവനാണ് സണ്ണിയുടെ കൂട്ടുകാരൻ. അവൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ ചന്ദ്ര റൂമിലേക്ക് വരുന്നു. ചന്ദ്ര വരുന്ന സമയത്ത് ഒരുപാട് BGM ഉണ്ട്, കിളിയെ കിളി എന്ന പാട്ടും വെച്ച്. ആ സമയത്താണ് പൂച്ച നായികയെ കണ്ട് തൊള്ളയിടുന്നു. ഏതെങ്കിലും അമാനുഷികമായ വ്യക്തികളെ കണ്ടാലാണ് പൂച്ച ഇപ്രകാരം സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നീട് നായിക വന്നിരിക്കുന്നു. സണ്ണിയും കൂട്ടരും ആ ബർത്ത്ഡേ ആഘോഷം അടിപൊളിയാക്കുന്നു. അതേ സമയത്താണ് പോലീസ് വരുന്നത്. പോലീസ് വന്ന സമയത്ത് അവിടെ കഞ്ചാവും മയക്കുമരുന്നും എല്ലാം കണ്ടുപിടിക്കുന്നു. പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നു. ആ സമയത്ത് നഞ്ചിയപ്പയും കയറി വന്നു. നഞ്ചിയപ്പ സണ്ണിയുടെ മേൽ കൈയിടുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടു. ഇതൊന്നും ഉടമ്പിന് നല്ലതല്ല എന്ന് പറയുന്നു. പെട്ടെന്നാണ് നഞ്ചിയപ്പ ചന്ദ്രയെ കാണുന്നത്. ചന്ദ്രയെ കണ്ടതും പുള്ളി ആകെ മാറി.
പുള്ളി വേറെ എന്തെല്ലാം വെച്ചിരിക്കേ, കഞ്ചാവല്ലാതെ വേറെ എന്തെല്ലാം വെച്ചിരിക്കെന്ന് சொல்லுന്നു. പിന്നെ പെണ്ണുങ്ങളും ഇരിക്കെ എല്ലാം ഇരിക്കെ, അവളെ സെർച്ച് ചെയ്യേ എന്ന് പറയുന്നു. അവളെ സെർച്ച് ചെയ്യുന്ന നേരം ചന്ദ്രയുടെ കൈ ബലമായി മുറുക്കുന്നു. പെട്ടെന്ന് അത് വേണ്ട, എല്ലാം മതിയാക്കെന്ന് പറയുന്നു പോകുന്നു. പിന്നീട് അവൾ ആകെ പരിഭ്രമിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ ഊരുതണ്ടി ചന്ദ്രയുടെ പിന്നാലെ വാക്കിങ്ങിന് എന്ന് പറഞ്ഞ് പോകുന്നത്. വളരെ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വിളിച്ച് അവൻ അന്വേഷിച്ച് പോകുന്നു. പിന്നീട് സണ്ണിയുടെ കൂട്ടുകാരനെ കാണുന്നില്ല. അങ്ങനെ ചന്ദ്രയുടെ റൂമിലേക്ക് എത്തുന്നു. ചന്ദ്രയോട് ചോദിക്കുന്നു, ഇവൻ എവിടെയാ, ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, അവനിവിടെ വന്നിട്ടില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ അവന് ചന്ദ്രയുടെ ഷൂ കാണുമ്പോൾ ഡൗട്ട് എടുക്കും. പിന്നെ ഊരുതണ്ടി രാവിലെ തിരിച്ചു വരുന്നു. ഞാൻ അവളുടെ ഒപ്പം പോയി, പക്ഷെ അവൾ ഡോറടച്ച് കളഞ്ഞു. പിന്നീട് ഓട്ടോറിക്ഷയിലെ വ്യക്തികൾ, ഓർഗൻ തട്ടിയെടുക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. അവൾ ചന്ദ്രയെ ആക്രമിക്കാൻ വരുന്നു. ചന്ദ്രയുടെ മേത്ത് ഒരു ബോധം കെടുത്താനുള്ള ഒരു സൂചി ഉണ്ടായിരുന്നു. അത് വെച്ച് ചന്ദ്രയെ കുത്തി വയ്ക്കുന്നു. ആ സിറിഞ്ച് കുത്തി വെച്ചതിനെ തുടർന്ന് ചന്ദ്ര അവരെ അടിച്ചിരുന്നു. പിന്നീട് ഒരു കഥ നടക്കുകയാണ്, കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. ഒരു അത് വിജയരാഘവൻ അവതരിച്ച കഥാപാത്രമാണ്. ഒരു നാട്ടിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, ഒരു രാജാവും ഉണ്ടായിരുന്നു. ആ നാട്ടിലേക്ക് അമ്പലത്തിലേക്ക് പോകാൻ എല്ലാവരും, ആ രാജാവിനും രാജവംശത്തിനും മാത്രം അവകാശമുണ്ടായിരുന്നുള്ളൂ. ഒരു നേരം ആ കുട്ടികൾ ആ അമ്പലത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയും അത് രാജാവ് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ആ കുട്ടി ആ ഗുഹയുടെ ഉള്ളിൽ കയറുമ്പോൾ എന്തോ ഒരു അമാനുഷികമായ ശക്തി ആ കുട്ടിയുടെ മേത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതറിഞ്ഞ അവരുടെ രാജാവ് കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം കൊണ്ടുപോകുന്നു. അതേസമയം ചന്ദ്രയെ മറ്റേവർ കടത്തി കൊണ്ടുപോകുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയും അവർ കത്തി മരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അമ്മയെ കത്തിവെക്കുന്നത് കണ്ട് കുഞ്ഞു കുട്ടി കരയുന്നു. അതിനുശേഷം എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ആ കുട്ടിയുടെ ബാക്കിൽ നിന്നും ഒരു ശൂലം കുത്തിയിറക്കുന്നു. കുട്ടി വീഴുന്നു. പിന്നീട് ചന്ദ്രയെ മുഖത്തൊക്കെല്ലാം അടിക്കുന്നു. അതിനുശേഷം ആണിൻ്റെ മേൽ കൈവയ്ക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കഴുത്തിൽ കയറി പിടിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് പിടിക്കുന്ന സമയത്ത് ചന്ദ്ര അവരുടെ കഴുത്തിൽ കയറി കടിക്കുന്നു, ഒരു യക്ഷിയെ പോലെ. പെട്ടെന്നാണ് അത്ഭുതമായ പല്ലും പ്രേതത്തിൻ്റെ രൂപവും എല്ലാം കാണാൻ കഴിയുന്നത്. പിന്നെ ആ കുട്ടി ശൂലം എടുത്ത് നീക്കുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം കടിച്ച് അവരെല്ലാം വധിക്കുന്നു. അതേസമയം ഭയങ്കരമായ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ കുട്ടി അവിടെയുള്ള എല്ലാ വ്യക്തികളെയും കൊല്ലുന്നു. ആ കുട്ടിയുടെ മേത്ത് എന്തോ ഒരു യക്ഷിയുടെ ശക്തി കയറിയിട്ടുണ്ട്. കുട്ടിയുടെ പല്ലും എല്ലാം യക്ഷിയുടെ രൂപത്തിലായി മാറിയിരിക്കുന്നു, ഒരു വാമ്പയർ തന്നെയായി മാറിയിരിക്കുന്നു. പിന്നെ കാണാൻ കഴിയുന്നത് നമുക്കൊരു റെയിൽവേ എന്ന വാക്കാണ്. അവിടെ ചന്ദ്ര എല്ലാവരെയും വധിക്കുന്നു. അത് കണ്ടു നിന്ന സണ്ണി അപ്പോൾ തന്നെ ബോധം പൊട്ട് വീഴുന്നു. പിന്നെ ആ കുട്ടി അമ്മയെ മരിച്ചതിന് കാരണം ഒരുപാട് സങ്കടപ്പെടുന്നു. അമ്മയെ രാജാവ് കൊന്നുകളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കുട്ടി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം ആ കുട്ടി ഏകാന്തമായ ജീവിതം, ആ കുട്ടി അവർക്കൊരു ദൈവമായി മാറി. അതായത് മലദൈവം പോലെ ഒരു ദൈവമായി മാറി. പിന്നീട് ചന്ദ്ര ഒറ്റയ്ക്കിരുന്ന നാളുകളാണ്. ആ കുട്ടി തന്നെയാണ് ചന്ദ്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ആ യക്ഷിയെ തളയ്ക്കാനായി ഒരു വ്യക്തി വന്നു എന്ന് ചോദിക്കുന്നു. അതാണ് നമ്മുടെ കത്തനാർ. കത്തനാർ വന്ന് ഒരു കത്തിയെടുത്ത് ചന്ദ്രയുടെ മേത്ത് തളയ്ക്കുന്നു. ചന്ദ്ര പിന്നെ ഈ കുട്ടി ഇതൊന്നും പറഞ്ഞ് രാത്രി പേടിപ്പിക്കാന്ന് എന്ന് വിജയരാഘവനോട് പറയുന്നു. പിന്നീട് ചന്ദ്ര ആ സൂപ്പർ വുമണായി മാറിയെന്നു. പിന്നെ എല്ലാം അടിച്ചിട്ട വ്യക്തിയെ ഓട്ടോറിക്ഷയിലാക്കുന്നു. പെട്ടെന്ന് സണ്ണിയും ഞെട്ടി നീക്കുന്നു. സണ്ണിക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ എൻ്റെ കൂടെ നിന്ന് ഇവരെയൊക്കെ ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതാ ഇവരെ പോലെ ആവാം. ഏതാണ് സണ്ണി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. പിന്നെ സണ്ണിയുടെ ഫ്രണ്ട് അവനെ വിളിക്കുന്നു, നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. പിന്നീടാണ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി വലിയൊരു ടവറിൻ്റെ മുകളിൽ ചന്ദ്ര കയറി എല്ലാത്തിനും ഡിസ്പോസ് ചെയ്യുന്നത്. ചന്ദ്ര പെട്ടെന്ന് അതിൻ്റെ മുകളിൽ ചാടി വരുന്നത് കണ്ട് സണ്ണി ഞെട്ടുന്നു. സണ്ണി അതിൻ്റെ മുകളിൽ കയറി ഡിസ്പോസ് ചെയ്യുന്നത് കാണുന്നു. ഇത്രയും വലിയ ഫാക്ടറിയിൽ ആസിഡിനുള്ളിൽ അവരെല്ലാം മുക്കുന്നു. പിന്നെ
നീ മനുഷ്യനല്ല മനസ്സിലാക്കി നീ ആരാണ്, യക്ഷിയാണെന്ന് പറഞ്ഞാൽ സണ്ണിയുടെ ബോധം പിന്നെ പോകുന്നു. സണ്ണി നീക്കുമ്പോൾ തൊട്ടടുത്ത് ചന്ദ്രയെ കാണുന്നു. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് വാ എന്ന് സണ്ണി അവനോട് അഭ്യർത്ഥിക്കുന്നു. ചന്ദ്ര അവിടെ നിന്നും ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ചന്ദ്രയും സണ്ണിയും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് എന്ന് പറയുന്നു. അപ്പോഴേക്കും സണ്ണിയുടെ ഫ്രണ്ട് കയറി വരുന്നു. നിൻ്റെ അച്ഛൻ വിളിക്കുന്നു, നിനക്കൊരു ഫോണുണ്ട്, നീ വരണം, പോവാം എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് നമുക്ക് പോവാം വാ എന്ന് പറഞ്ഞ് അവർ രണ്ടാളും പുറത്തിറങ്ങുന്നു. പിന്നെ സണ്ണി അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നു, അവൾ യക്ഷിയാണ്, അവൾ പല്ലും ചോരയുമുള്ള യക്ഷിയാണെന്ന് പറയുന്നു. പെട്ടെന്ന് അതേ സമയത്താണ് ചന്ദ്ര അവളുടെ പിന്നാലെ വരികയും അവരെ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരു സ്വപ്നമാണെന്ന് സണ്ണി നേരത്തെ മനസ്സിലാക്കുന്നു. പിന്നെ നഞ്ചിയപ്പ ആ ബോഡി എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുന്നു. ആ ബോഡിയിൽ നഞ്ചിയപ്പയ്ക്ക് ആകെ കിട്ടുന്ന ഒരു ലെൻസാണ് കണ്ണിൽ വെക്കുന്നത്. അതാണ് ഏക തെളിവ് അവിടെ അവശേഷിച്ചത്. പിന്നീട് സണ്ണിയും ചന്ദ്രയും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചന്ദ്രയ്ക്ക് എപ്പോഴും ബ്ലഡ് വേണമല്ലോ. ബ്ലഡ് വാങ്ങിക്കാൻ വേണ്ടി ചന്ദ്ര ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. ചന്ദ്രയ്ക്ക് ഓപ്പോസിറ്റ് ബ്ലഡ് മാത്രമേ ചന്ദ്ര സ്വീകരിക്കുള്ളൂ. ഓ നെഗറ്റീവ് ബ്ലഡാണ് ചന്ദ്ര സ്വീകരിക്കാറ്. ഓ നെഗറ്റീവ് ബ്ലഡ് പ്യൂറസ്റ്റാണ്, അത്ര ടേസ്റ്റിയുമാണെന്ന് പറയുന്നു. അതേ ബ്ലഡ് തന്നെയാണ് സണ്ണിയുടെയും. സണ്ണി പെട്ടെന്ന് പേടിക്കുന്നു. പിന്നെ നഞ്ചിയപ്പയും വീണ്ടും ചന്ദ്രയെ കണ്ടുമുട്ടുന്നു. പിന്നീട് നഞ്ചിയപ്പ ചന്ദ്രയുടെ റൂമിൽ കയറി അവിടെയെല്ലാം സെർച്ച് ചെയ്യുന്നു. എന്തെങ്കിലും തെളിവ് കിട്ടുമ്പോൾ അന്വേഷിച്ച്. നഞ്ചിയപ്പ ഫ്രിഡ്ജിലും മറ്റു സാധനങ്ങളൊന്നും കണ്ടായിരുന്നില്ല. അവിടെ സെർച്ച് ചെയ്തപ്പോൾ കണ്ണിൽ വെക്കുന്ന ലെൻസ് കിട്ടി. പിന്നെ നഞ്ചിയപ്പ പോലീസ് ടീമിലേക്ക് പറയുന്നു, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന്. ചന്ദ്രയും സണ്ണിയും നടക്കാൻ പോകുന്ന നേരം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചന്ദ്ര പറയുന്നു. അന്ന് തന്നെ കത്തനെ രക്ഷിച്ചുവെന്നും കത്തനെ തന്നെ വധിച്ചിട്ടില്ല, തന്നെ രക്ഷിക്കുകയാണ് ഉണ്ടായതെന്നും പറയുന്നു. അവിടെ നിന്നെപ്പോലെ നീ മാത്രമല്ല വേറെ 2 പേരുണ്ട്, ഒരു ചാത്തനും പിന്നെ ഒരു ഒടിയനും. അവരെ മൂത്തോന് കണ്ടുപിടിക്കണമെന്ന് ചന്ദ്രയോട് പറയുന്നു. പിന്നീട് നഞ്ചിയപ്പ റൂമിൽ ചന്ദ്രയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. അവർ ചന്ദ്രയെ കണ്ടതും, നീയാണ് എല്ലാത്തിനും പിന്നിൽ, നീയാണ് അവരെ കൊന്നത്, എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ എല്ലാം പറയുന്നു. പെട്ടെന്ന് കടന്നു വന്ന ചന്ദ്ര നഞ്ചിയപ്പയെ കടിക്കുന്നു. ഏതെങ്കിലും ഒരു വാമ്പയർ കടിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ വാമ്പയർ ആവും മറ്റുള്ള വ്യക്തി. കടിച്ച വ്യക്തിയുടെ അതേ വാമ്പയർ ആവും. പെട്ടെന്ന് വീണുകൊണ്ട് നഞ്ചിയപ്പ അവിടെ നിന്ന് വീണുന്നു. നഞ്ചിയപ്പ എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് കല്യാണിൻ്റെ മേത്തല്ല, സണ്ണിയുടെ മേത്താണ് വീണത്. സണ്ണി പെട്ടെന്ന് നിലത്ത് വീഴുന്നു. അതേസമയം നഞ്ചിയപ്പ ബിൽഡിങ്ങിൽ നിന്ന് ചാടി വീഴുന്നു. സണ്ണിയെ ചികിത്സിക്കാൻ വേണ്ടി ഒരു വലിയൊരു പഴയ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അതിൽ സണ്ണിയെ ചികിത്സിക്കാൻ സണ്ണിയുടെ ഫ്രണ്ടിനോട് തന്നെ പറയുന്നു. അവൻ പ്രാക്ടിക്കൽ പാസ്സായിട്ടില്ല, തിയറി മാത്രമേ പാസ്സായിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോഴും സപ്ലൈ അടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡോക്ടറാവാൻ കഴിയാത്തൊരു വ്യക്തിയാണ് സണ്ണിയുടെ കൂട്ടുകാരൻ. ഞാൻ പോവാണ്, വേറെ ഹോസ്പിറ്റലിൽ പോവാണ്, ഇവിടെ പറ്റില്ല എന്ന് പറയുന്ന സണ്ണിയുടെ കൂട്ടുകാരനെ ചന്ദ്ര കഴുത്തിന് പിടിച്ച് പൊക്കുന്നു. പിന്നീട് ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു ടൊവിനോ തോമസിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ഒരു കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നീട് പെട്ടെന്നൊരു സൗബിനെയും ബാലുവിനെയും നമുക്ക് കാണാൻ കഴിയും. അവരെന്തൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഹാനകൃഷ്ണയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് നഞ്ചിയപ്പ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും സ്പന്ദനങ്ങളും കാര്യങ്ങളെല്ലാം നഞ്ചിയപ്പയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. നഞ്ചിയപ്പ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നു. ആ സമയം നഞ്ചിയയുടെ സുപ്പീരിയർ ഒന്ന് നഞ്ചിയപ്പ അടിക്കുന്നു. പിന്നെ നഞ്ചിയപ്പയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് അവൻ തന്നെ കുടിക്കുന്നു. പിന്നീട് വിജയരാഘവൻ നഞ്ചിയപ്പയുടെ അടുത്ത് വന്നിട്ട് ഇതാരാണ് കടിച്ചത്, അവൾ അമാനുഷികമായൊരു വ്യക്തിയല്ല എന്നൊക്കെ പറയുന്നു.
പിന്നീട് ചന്ദ്ര സണ്ണിയെ ശുശ്രൂഷിക്കുന്നു. ചന്ദ്രയും സണ്ണിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നഞ്ചിയപ്പ പെട്ടെന്ന് നഞ്ചിയപ്പയുടെ പല്ലെല്ലാം നിലത്ത് വീഴുന്നു. നഞ്ചിയപ്പയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു വാമ്പയറായി നഞ്ചിയപ്പ മാറുകയാണ്. പിന്നീട് സണ്ണിയുടെ അടുത്ത് പോലീസുകാർ വരുന്നു. അവർ ചന്ദ്രയെ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. വേറൊരു പോലീസുകാരൻ പെട്ടെന്ന് ചന്ദ്രയെ ഷൂട്ട് ചെയ്യുന്നു. ചന്ദ്രയുടെ തലയിൽ തന്നെ ബുള്ളറ്റ് കയറുന്നു. പിന്നീട് ആ പോലീസുകാരൻ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ടൊവിനോ തോമസിൻ്റെ വരവ്. ടൊവിനോ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. എന്തായാലും ഒരു അമാനുഷികമായ വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ടൊവിനോ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നായം പോലെ മിന്നി നീങ്ങുന്നു. ഒരുപാട് മാജിക്കെല്ലാം കാണിക്കുന്നു. പെട്ടെന്ന് പോലീസുകാരൻ്റെ തോക്കെല്ലാം കൈവശം വയ്ക്കുന്നു. പിന്നീട് അയാളൊരു കണ്ണാടി മായാജാലത്തിനുള്ള പോലീസുകാരനെ പെടുത്തുന്നു. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മലയുന്നു. അയാൾ ഒരുപാട് പേടിക്കുന്നു. പിന്നീട് ഇയാൾ എന്താ കാണിക്കുന്നത് എന്ന് മറ്റേ പോലീസുകാരൻ ചിന്തിക്കുന്നു. ഇയാൾ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്നും മറ്റേ പോലീസുകാരന് മനസ്സിലാവുന്നില്ല. അയാൾ ആകെ ഭയക്കുന്നു. അദ്ദേഹം ഒരു മായാജാലക്കാരനാണ്. ഓ, അങ്ങനെ ഒരാളുണ്ട്. പെട്ടെന്ന് ഞാനാ എന്ന് പറഞ്ഞ് ടൊവിനോ അവിടെ നിന്ന് മുങ്ങുന്നു. ടൊവിനോ ഈ സിനിമയിൽ ഒരു ചാത്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്തരം ശക്തികളും കുസൃതികളും കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി വേറെ ആരുമില്ല. നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ കണ്ട പോലത്തെ അതേ ഒരു മായാജാലക്കാരൻ. ടൊവിനോ പെട്ടെന്ന് നീങ്ങി അവൻ്റെ ഉള്ള ഒരു തോക്ക് പിടിച്ച് മറ്റവനെ തളർത്തുന്നു. ആ തോക്കിൽ നിന്നും വെടിവെക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് വാട്ടർ ബോൾസാണ് വരുന്നത്. വാട്ടർ ബബിൾസ് കൊണ്ട് ടൊവിനോ ഫയർ ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്ന് പറയുന്നു. പിന്നീട് സണ്ണി ഇതെല്ലാം കണ്ട് ഞെട്ടുന്നു. വെടിവെക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് പോലീസുകാരൻ ഒരു കത്രിക എറിയുകയും അത് നേരെ ടൊവിനോ ഒരു ബ്ലേഡ് വെച്ച് തകർത്ത് കാലിലേക്ക് വീണു. എടാ പൊട്ടാ, നീ നീക്കല്ലേ, നിൻ്റെ കാലിൽ ഇത് കയറിയിട്ടുണ്ട്, നീ അത് എടുത്ത് കഴിഞ്ഞു വെച്ചാൽ രക്തോട്ടം കൂടും, നീ ചത്തു എന്ന് പറയുന്നു. പിന്നീട് ചന്ദ്രയുടെ തലയിൽ നിന്ന് ബുള്ളറ്റ് എടുത്ത് മാറ്റുന്ന ടൊവിനോൻ്റെ പേര് ഈ സിനിമയിൽ മൈക്കിൾ എന്നാണ്. മൈക്കിൾ പുറത്താരോ ഉണ്ടെന്ന് പറയുന്നു. പുറത്ത് നമ്മൾ നഞ്ചിയപ്പ എത്തിയിട്ടുണ്ട്. നഞ്ചിയപ്പ അവിടെ നടക്കുന്ന കാര്യങ്ങളും ഈ പ്രകൃതിയും മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നഞ്ചിയപ്പയും ചന്ദ്രയും ഒന്നുകൂടി മീറ്റ് ചെയ്യുന്നു. ചന്ദ്ര പറയുന്നു, അവൻ എന്നെപ്പോലെ ആവാൻ ശ്രമിക്കുന്നു, അവൻ എന്നെപ്പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അവനിൽ ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറയുന്നു. പിന്നീട് അവിടെ വീണ് കിടക്കുന്ന പോലീസുകാരൻ്റെ ബ്ലഡ് നഞ്ചിയപ്പ കുടിക്കുന്നു. നഞ്ചിയപ്പ ഒരു വാമ്പയറായി തീർന്നിരിക്കുന്നു. പിന്നീട് മൈക്കിൾ ചന്ദ്രയെ ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഞാനൊരു ദൈവമാണ് മച്ചാമാരെ എന്ന് മൈക്കിൾ പറയുന്നു. പിന്നെ ചന്ദ്ര പറയുന്നു അദ്ദേഹം ഇൻഫെക്റ്റഡ് ആണ്. പിന്നീട് സുപ്പീരിയർ പോലീസും വന്ന് നഞ്ചിയപ്പയെ ഫയർ ചെയ്യുന്നു. പിന്നെ സണ്ണിയും ചന്ദ്രയും ഫ്രണ്ട്സും കൂടി അവിടെ കത്തനാരുടെ ഫോട്ടോയും കണ്ടുപിടിക്കുന്നു. പെട്ടെന്നൊരു കവാടത്തിൽ വന്നപ്പോഴാണ് നമുക്ക് ദുൽഖറിനെ കാണാൻ കഴിയുന്നത്. ആ കണ്ണുകൾ തന്നെ ധാരാളമാണ് അദ്ദേഹം ആരാണെന്നറിയാൻ. അദ്ദേഹത്തിനെ കണ്ട് നമ്മുടെ ഉയരത്തിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ മൈക്കിൾ ഏതായി അധികാംശു എന്ന് പറഞ്ഞ് അവനെ പോടാ എന്ന് പറഞ്ഞ് അവനെ ആട്ടുന്നു. പിന്നെ ചാർലി അടുത്ത റൂമിലുണ്ട്, ഞാൻ അവൻ്റെ ഒപ്പം പോവാണെന്ന് പറഞ്ഞ് ടൊവിനോ വാനിഷ് ആവാൻ ശ്രമിക്കുന്നു. പിന്നെ ടൊവിനോ പെട്ടെന്ന് ചന്ദ്രനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചന്ദ്ര ടൊവിനോനെ അടിക്കുന്നു. അങ്ങനെ മൈക്കിൾ ഞാൻ പോവാണ് ഗൈസ് എന്ന് പറഞ്ഞ് വാനിഷ് ആവുന്നു. പിന്നീട് നഞ്ചിയപ്പയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ നഞ്ചിയപ്പ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ്. ഉനക്ക് தெரியுமா இவ்வளோ புல்லட் இருந்து நான் சாகலை, நான் கடவுள், எனக்கு கடவுள் கொடுத்த நீயும் கடவுள் தான் എന്ന് പറയുന്നു. നഞ്ചിയപ്പയെ സുപ്പീരിയർ ഓഫീസർ ഷൂട്ട് ചെയ്തതിന് എന്നിട്ട് നഞ്ചിയപ്പ മരിച്ചിട്ടില്ല എന്ന് അമ്മയോട് പറയുന്നു. പിന്നെ പെട്ടെന്ന് നഞ്ചിയപ്പ ബ്ലഡിന് വേണ്ടി കൊതിക്കുന്ന ഒരു വാമ്പയറിൻ്റെ ഒരു മുഖഭാവം നമുക്ക് നേരെ അറിയാം. പിന്നീട് ചന്ദ്രയും സണ്ണിയും തമ്മിലൊരു ഷോട്ടാണ് കാണിക്കുന്നത്. നഞ്ചിയപ്പ സമയം അവൻ്റെ അമ്മയെ കൊന്നിട്ടുണ്ട്, ബ്ലഡെല്ലാം കുടിച്ചിട്ടുണ്ടാവും. കാരണം ഒരു വാമ്പയർ ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് സ്ഥിരബോധം ഉണ്ടായിരിക്കില്ല. ബ്ലഡിന് വേണ്ടി അലയുകയായിരുന്നു. പിന്നീട് ഒരു സംഘം ടീം പോലീസുകാർ
കെട്ടിടത്തിലേക്ക് വരുന്നു. അവർ പെട്ടെന്ന് ഇടിച്ചു വീഴുന്നു. അവർ സണ്ണിയെ കൊല്ലുമെന്ന് ചന്ദ്ര സണ്ണിയെ രക്ഷിക്കാനായി എല്ലാ പോലീസുകാരെയും ഇടിച്ചു വീഴ്ത്തുന്നു. പെട്ടെന്ന് ചന്ദ്രയെ വേറൊരു സംഘം വന്നിട്ട് ഫയർ ചെയ്യുന്നു. ചന്ദ്ര പെട്ടെന്ന് വീഴുന്നു. ചന്ദ്രയ്ക്ക് ബ്ലഡ് കിട്ടിയാൽ മാത്രമേ ചന്ദ്രയ്ക്ക് ആ ശക്തി എനർജി ലഭിക്കൂ എന്ന് പറഞ്ഞ നായകൻ പെട്ടെന്നൊരു നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു പാക്കറ്റ് ചന്ദ്രയുടെ അടുത്തേക്ക് വലിച്ചെറിയുന്നു. ഇത് കേട്ട് ഗുരുതൻ്റെയും ചന്ദ്രയും അവിടെ മാറി നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു ബ്ലഡ് ക്യാൻ കിട്ടിയ ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് അവരെ എല്ലാം ഫൈറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സണ്ണിയെ കണ്ടവർ സണ്ണിയെയും ഫയർ ചെയ്യുന്നു. പെട്ടെന്ന് ബ്ലഡ് കുടിച്ച ചന്ദ്ര എണീറ്റ് അവരെയെല്ലാം തോൽപ്പിക്കുന്നു. അതിനുശേഷം നഞ്ചിയപ്പ അവിടേക്ക് വരുന്നു. എനിക്കറിയാം, നീ മാത്രമല്ല, ഒരുപാട് പേർ ഇനിയുമുണ്ട്. അവരെല്ലാം യാർ എന്ന് നഞ്ചിയപ്പ ചന്ദ്രയോട് പറയുന്നു. അവർ തമ്മിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള തുടക്കമാണത്. ചന്ദ്ര പെട്ടെന്ന് വാമ്പയറെ കൊല്ലാൻ ശേഷിയുള്ളൊരു കത്തിയുമായി പ്രയോഗിക്കുന്നു. അതെല്ലാം നഞ്ചിയപ്പ തടുക്കുന്നു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്നു. ചന്ദ്രയെ തൂക്കി എറിയുകയും ഭിത്തിയെല്ലാം പൊളിക്കുകയും നഞ്ചിയപ്പ ചെയ്യുന്നു. ചന്ദ്ര തിരിച്ചും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ചന്ദ്രയെ ടോയ്ലറ്റിലിട്ട് ചന്ദ്രയെ ഫൈറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ചന്ദ്രയും തിരിച്ച് നഞ്ചിയപ്പയെ ഇടിച്ച് വാഷ് ബേസിനിലാക്കുന്നു. പിന്നെ ഇതെല്ലാം കണ്ട് നിൽക്കുന്ന സണ്ണിയും കൂട്ടരും മാനുഷികമായി ഞെട്ടുന്നു. പെട്ടെന്ന് ചന്ദ്ര അടി കൊണ്ട് തീരെ വയ്യാതാവുന്നു. ചന്ദ്രയ്ക്ക് വാമ്പയേഴ്സിന് വെയിൽ പ്രകാശം പറ്റത്തില്ല. അവർ ഫൈറ്റ് ചെയ്യുന്നിടത്തേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നു. സൂര്യപ്രകാശം കൊണ്ട് ചന്ദ്രയുടെ ശരീരം ഫുള്ള് ചോര കളറായിരിക്കുന്നു. ചന്ദ്ര അലറുന്നു. അതിനുശേഷം ചന്ദ്രയുടെ മുഖവും എല്ലാം ചുവന്ന് തൊലിയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് നഞ്ചിയപ്പയെ ഷൂട്ട് ചെയ്യാനായി നമ്മുടെ സണ്ണി കടന്നു വരുന്നു. സണ്ണി അവരുടെ ഇരുന്ന ഒരു തോക്ക് വെച്ച് നഞ്ചിയപ്പയെ 5-6 വട്ടം ഷൂട്ട് ചെയ്യുന്നു. നഞ്ചിയപ്പയെ ഷൂട്ട് ചെയ്ത സണ്ണിയും കൂട്ടുകാരും നഞ്ചിയപ്പയെ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നഞ്ചിയപ്പ വീണു എന്ന് കരുതി ചന്ദ്രയെ പിടിച്ച് നിർത്തുന്നു. നഞ്ചിയപ്പയെ കൊല്ലാനായി ഒരു കത്തി ചന്ദ്രയുടെ കയ്യിലുണ്ട്. ചന്ദ്ര എണീറ്റ് വരുമ്പോഴേക്കും നഞ്ചിയപ്പ സണ്ണിയുടെ കൂട്ടുകാരൻ്റെ മേൽ കത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സണ്ണിയെ കുത്താൻ വരുന്ന സമയം നഞ്ചിയപ്പയെ തടുക്കാനായി സണ്ണീനെ രക്ഷിക്കാനായിട്ട് സണ്ണിയുടെ കൂട്ടുകാരൻ കത്തിയെ മുതുകത്ത് തറയ്ക്കുന്നു. അങ്ങനെ ആ മുതുകത്ത് തറച്ച കത്തി എടുത്ത് ചന്ദ്ര തിരിഞ്ഞ് നഞ്ചിയപ്പയുടെ ഹൃദയം ലക്ഷ്യമാക്കി പോകുന്നു. കാരണം ഹൃദയമാണ് വാമ്പയേഴ്സിൻ്റെ വീക്ക്നെസ്. ഹൃദയം നശിച്ചു കഴിഞ്ഞാൽ വാമ്പയേഴ്സ് മരിക്കും. ആ കത്തി ഉപയോഗിച്ചിട്ട് ചന്ദ്ര നഞ്ചിയപ്പയെ വധിക്കുന്നു. ഹൃദയത്തിലേക്ക് കത്തി തളിച്ച് അങ്ങനെ നഞ്ചിയപ്പ വീഴുന്നു. അങ്ങനെ ചന്ദ്ര അവിടെ ആ യുദ്ധം ചെയ്യുന്നു. പിന്നീട് നഞ്ചിയപ്പ പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണ് ഉണ്ടായതെന്ന് അടുത്ത പോലീസുകാരൻ പറയുന്നു. നഞ്ചിയപ്പയെ ഒരു ശവക്കല്ലറയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഒരുപാട് വ്യക്തികൾ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നീട് സണ്ണിയും ചന്ദ്രയും തമ്മിൽ പിരിയുന്നു. സണ്ണിയുടെ ഫ്രണ്ടിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് സണ്ണി പോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കാരണം അവൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സിനിമ അവസാനിക്കുന്ന നേരത്ത് ഒരു നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉടനെ തന്നെ വരും എന്ന് പറയുന്നു. പിന്നെ കുറച്ച് വ്യക്തികൾ കടന്നു വരുന്നു. അവർ കോംപ്രമൈസിന് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അവിടെ തൻ്റെ കൂട്ടുകാരനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും. അവൻ പേടിച്ചുകൊണ്ട് പറയും, ഇതെല്ലാം യാർ ചെയ്തെന്ന് എനിക്കറിയില്ല ബ്രദർ, അവൻ മനുഷ്യനൊന്നുമല്ല, അവൻ വേറെ എന്തോണെന്ന് പറയുന്നു. പെട്ടെന്ന് നമ്മുടെ വാളും ഒരു അസസിൻ ക്രീഡ് ലുക്കിൽ നമ്മുടെ ദുൽഖർ കടന്നു വരുന്നു. ദുൽഖർ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് ചാർലി എന്നാണ്. ഉണക്കല്ല യമൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കടന്നു വരുന്നു. പിന്നെ നമ്മുടെ ദുൽഖർ ചാർലി എല്ലാവരെയും അവിടെ വധിക്കുന്നു. ഒരുത്തനെ പോലും ചാർലി വിടുന്നില്ല. ചാർലി അവരുടെ എല്ലാം ബുള്ളറ്റുകളെ നിസ്സാരമാക്കിക്കൊണ്ട് എല്ലാവരെയും വധിക്കുന്നു. പിന്നീട് റിട്ടേൺ ബൈ ഡൊമിനിക് അർജുൻ എന്ന് പറയുന്നു.
പിന്നീട് ക്ലൈമാക്സ് എല്ലാം എഴുതി കാണിക്കുന്ന ഇടയിലാണ് നമ്മുടെ മൈക്കിളിൻ്റെ വരവ്. മൈക്കിൾ, നീ എങ്ങനെ കണ്ടുപിടിച്ചു? മൈക്കിളിനെ ഒരു റീൽ കാണിച്ചു കൊടുക്കുന്നു. മൈക്കിൾ അവതരിപ്പിച്ചൊരു മാജിക്, ഓ ഇപ്പം എന്താ അവതരിച്ചാലും ക്ലിക്കാം എന്ന് പറഞ്ഞ് ടോവിനോ അതിനെ പുച്ഛിക്കുന്നു. പിന്നീട് പെട്ടെന്നാണ് വേറൊരു ഫോട്ടോ മൈക്കിളിനെ കാണിക്കുന്നത്. അതിൽ നീയല്ലേ ഇത് എന്ന് പറയുന്നു. എന്നെപ്പോലെ ഇരിക്കുന്ന 359 ഏട്ടന്മാർ അല്ലെങ്കിൽ ബ്രദേഴ്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമെന്ന് മൈക്കിൾ പറയുന്നു. ഒരേ ചായയും ഒരേ മുഖവുമുള്ള 359 പേർ മൈക്കിളിൻ്റെ ബ്രദേഴ്സ് ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞ്